ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി വിശദമായ വാർത്തകൾ. യേശുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ദുഃഖവെള്ളി. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തങ്കിപ്പള്ളിയിലും തുമ്പോളിപ്പള്ളിയിലും പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ആരാധന, നേർച്ചക്കഞ്ഞി വിതരണം, ദൈവവചന പ്രഘോഷണം, ദിവ്യകാരുണ്യ സ്വീകരണം, ആഘോഷമായ കുരിശിന്റെ വഴി എന്നിവ നടന്നു. 20-ന് ഈസ്റ്റർ ദിനത്തിൽ 50 ദിവസം നീണ്ട നോമ്പാചരണത്തിനും സമാപനമാകും. തലയോലപ്പറമ്പ് പൊതികലയത്തുംകുന്ന് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. നിരവധി വിശ്വാസികൾ ദേവാലയത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ട കുരിശിന്റെ വഴി മേഴ്സി കപ്പോള ജംഗ്ഷനിൽ എത്തി തിരിച്ച് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. ഇടവക വികാരി ഫാദർ പോൾ കോട്ടയ്ക്കൽ നേതൃത്വം നൽകി. കൈക്കാരന്മാരായ AU ടോമി ആറാക്കൽ, ടോമി കുറ്റിക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എഴുപുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണ മോഷണം. കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റി പിടിയിലായി. വിഷു നാളിലാണ് തിരുവാഭരണവും കിരീടവും മോഷണം പോയത്. വിഷുദിനത്തിൽ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ നിന്ന് 20 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി കടന്ന സഹപൂജാരിയെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിൽ രാമചന്ദ്രൻ പോറ്റിയാണ് പിടിയിലായത്. വ്യാഴാഴ്ച എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ശിവക്ഷേത്ര പരിസരത്തു നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. വിശേഷ ദിവസങ്ങളിൽ ദേവന് ചാർത്തുന്ന 10 പവന്റെ മാല, 3.5 പവൻ വരുന്ന കിരീടം, 2 നെക്ലസുകൾ എന്നിവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. കിരീടം ഒഴികെയുള്ള ബാക്കി സ്വർണം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ഷെയർ ട്രേഡിംഗിലുണ്ടായ ഭീമമായ നഷ്ടം തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇയാൾ തിരുവാഭരണം കവർന്നതെന്നും പറഞ്ഞു. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ നായരുടെ നിർദ്ദേശാനുസരണം അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KG പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒരു മാസത്തിലധികമായിട്ടുള്ളൂ. ഈ ചെല്ലാനം വൈഷ്ണവി ക്ഷേത്രമാണ്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പം ഇപ്പോൾ പുതുതായി വന്ന് ജോയിൻ ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന്റെ ID കാർഡ് പോലും ഇല്ല. അപ്പം ഈ മുട്ടുശാന്തി എന്ന് പറഞ്ഞ ജോലിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഈ വേക്കൻസിക്ക് ശാന്തിപ്പണി ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇയാളുടെ വീട് വന്നിട്ട് കൊല്ലം ഈസ്റ്റ് കല്ലട ഭാഗത്താണ്. അപ്പോൾ അവിടെയും അന്വേഷിച്ചു. അപ്പോൾ അത്
അപ്പോൾ ഇയാളോട് ഈ സംഭവം കഴിഞ്ഞ് വന്നാൽ അബ്സ്കോണ്ടിങ് ആയി പോയി. അതിനുശേഷം പിന്നെ നമ്മൾ പോലീസിന്റെ 3 വിഭാഗമായിട്ട് 3 ടീം, സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒരു ടീം കൊല്ലം പോയി, വേറൊരു ടീം എറണാകുളം മൊത്തം കേന്ദ്രീകരിച്ച് വർക്ക് നടത്തി, ബാക്കി ഒരു ടീം ടെക്നിക്കൽ ടീമാണ്. ആ ടെക്നിക്കൽ ടീമാണ് സൈമൾട്ടേനിയസ്ലി സെയിം ടൈമിൽ തന്നെ ഈ ബാങ്കുകളും മറ്റുമൊക്കെ അന്വേഷിച്ച് അതിന്റെ മറ്റു കാര്യങ്ങൾ എടുത്തായിരുന്നു. അപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ ടീമിന്റെ സപ്പോർട്ടും സൈബർ സെല്ലിന്റെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് ആളെ. ചലച്ചിത്ര നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഷൂട്ടിംഗിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണെന്നും സർക്കാർ അന്വേഷിക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുകയും നിയമപരമായ പരിഹാരത്തിന് ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമാണ്. ഇത്തരം പ്രവണതകൾ വെച്ചുപൊറുപ്പിക്കാനാവില്ല. രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് നമ്മുടെ സിനിമാ മേഖല. അതിന് മങ്ങലേൽപ്പിക്കുന്ന യാതൊരു നിയമവിരുദ്ധ പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അത്തരക്കാർക്ക് എതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയിലെ നിയമവിരുദ്ധ ലഹരി ഉപയോഗം സംബന്ധിച്ച് ശക്തമായ പ്രതിരോധം സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഇത്തരം ചില വിഷയങ്ങൾ നേരത്തെ ഉയർന്നു വന്നപ്പോൾ സിനിമാ സംഘടനകളും യോഗം ചേരുകയും സർക്കാരിന്റെ ഇക്കാര്യത്തെ ശക്തമായ നിലപാട് അറിയിക്കുകയും സംഘടനകൾ അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി നടക്കാൻ പോകുന്ന സിനിമ കോൺക്ലേവിലും ഈ വിഷയം ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ശക്തമായ നടപടിയിലേക്ക് സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും മുൻകൈയെടുക്കണം. ഒറ്റക്കെട്ടായി മാത്രമേ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 40 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ചേർത്തലയിൽ ഒരാൾ പിടിയിലായി. എറണാകുളം സ്വദേശി അബ്ദുൾ സമദാണ് പിടിയിലായത്. ചേർത്തല നൈപുണ്യ കോളേജ് ജംഗ്ഷന് സമീപം റോഡിൽ വാഹന പരിശോധന നടത്തിവരെ ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർത്തല പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 40 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. എറണാകുളം വാഴക്കുളം സ്വദേശി വല്ലേപ്പള്ളി വീട്ടിൽ അബ്ദുൾ സമദാണ് അറസ്റ്റിലായത്. ലോ ആൻഡ് ഓർഡർ ADGPയുടെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി ലഹരി വസ്തുക്കളുമായി പിടിയിലായത്. യുവജനങ്ങളെയും കുട്ടികളെയും വഴിതെറ്റിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ 20 അംഗങ്ങൾ അടങ്ങിയ ജില്ലാ ടീം പ്രവർത്തിച്ചു വരുന്നതായി നാർക്കോട്ടിക്സ് സെൽ DYSP പങ്കജാക്ഷൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നും കൂടുതൽ ലഹരി വസ്തുക്കളും ലഹരി വിൽപ്പനക്കാരും പിടിയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. RSSും BJPയും വർഗീയത വളർത്തുകയാണെന്ന ആരോപണം. കോൺഗ്രസ് നേതൃത്വത്തിൽ കടുത്തുരുത്തിയിൽ പ്രതിഷേധ യോഗം ചേർന്നു. യേശുദേവനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് കൂടെ നിന്നവർ തന്നെയാണ്. അതുപോലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തത് PC ജോർജും മകനും ആണെന്നും അവർ വാസ്തവത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നും KPCC വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു. ജബൽപൂരിലും ഒഡീഷയിലും ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ച RSS BJP വർഗീയതയ്ക്കെതിരെ കടുത്തുരുത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ഓപ്പൺ സ്റ്റേജിൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യേശുദേവന്റെ ജീവിതാനുഭവം പോലെ തന്നെയാണ് കാര്യങ്ങൾ. യേശുദേവനെ ഒറ്റിയതാരാണ്? യേശുദേവനെ ഒറ്റിയത് കൂടെ നിന്ന ആൾ തന്നെയാണ്, അല്ലേ? ശിഷ്യൻ തന്നെയാണ് 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിയത്. അതുപോലെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ ഒറ്റാൻ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റാൻ ഒരു PC ജോർജും മകനും ഉണ്ടായിരിക്കുന്നു. അവരാണ് വാസ്തവത്തിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചത്. 30 വെള്ളിക്കാശിന് വേണ്ടി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഒറ്റിക്കൊടുത്തത് ഈ PC ജോർജും മകനുമല്ലേ? ഞാൻ അത്ഭുതത്തോടുകൂടി കണ്ടിരിക്കുകയായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഒരു സംരക്ഷകൻ എന്ന രീതിയിൽ ഇങ്ങനെ നിന്നിരുന്ന പൂഞ്ഞാറിലെ പഴയ MLA പറയുകയാണ് ഇപ്പൊ ജബൽപൂരിലെയും അതുപോലെ തന്നെ ഒഡീഷയിലെയും ഒക്കെ അക്രമങ്ങൾ പുറത്തു വന്നപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുകയാണ് തല്ലുകൊള്ളുന്നു, അല്ലേ? KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി മുഖ്യപ്രഭാഷണം നടത്തി. MK ഇന്ദുജൂഡൻ, മണ്ഡലം പ്രസിഡന്റ് ടോമി പ്രാലടി, CK ശശി, സുബിൻ മാത്യു, അഡ്വക്കേറ്റ് മധു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അവസരവാദം മാത്രമല്ല, അവരുടെ ഇരട്ട മുഖമാണ് കാണിക്കുന്നതെന്ന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താ? ഈ രാജ്യത്തെ 70% വരുന്ന ഹിന്ദുമത വിശ്വാസികൾ, 10, 15, 16% വരുന്ന മുസൽമാന്മാർ,
2, 3, 4% വരുന്ന ക്രൈസ്തവർ, സിഖുകാർ, പാഴ്സികർ, ജൈനന്മാർ, ബൗദ്ധന്മാർ, ഇവരെയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കി ഈ രാജ്യത്തെ ഒരു മതേതരത്വ രാജ്യമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന അഭിമാന ബോധത്തോടെ പറയട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. വൈക്കം തലയോലപ്പറമ്പ് നീർപ്പാറയിൽ കാറ് ബസ്സിലും ബൈക്കിലും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ അന്തർ സംസ്ഥാന ബസ്സിലും ബൈക്കിലും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ ദമ്പതികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. തലയോലപ്പറമ്പ് എറണാകുളം റോഡിൽ നീർപ്പാറ ആസീസ് മൗണ്ടിന് സമീപം കലങ്കി ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. പാലക്കാട് നിന്നും നീണ്ടൂർക്ക് വരികയായിരുന്ന മഹീന്ദ്ര XUV കാർ അന്തർ സംസ്ഥാന ബസ്സിലും ബൈക്കിലും കൂട്ടിയിടിച്ചാണ് അപകടം. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ് കാറിൽ യാത്ര ചെയ്തിരുന്ന നീണ്ടൂർ പ്രാവട്ടം ചക്രംപടി സ്വദേശിയും ഇടുക്കിയിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ ബിജു, ഭാര്യ റാണി, ബസ് ഡ്രൈവർ മഹേഷ്, ബൈക്ക് യാത്രക്കാരൻ മാഞ്ഞൂർ ചാമക്കാല പ്ലാപ്പറമ്പിൽ സിബിൻ ചാക്കോ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പ്രധാന റോഡിൽ 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെയും ബസിന്റെയും മുൻവശം പൂർണ്ണമായി തകർന്നു. തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രസിദ്ധമായ മർത്തൂറോട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടരുന്നു. 22-ന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. മറുത്തോർവട്ടം സൗപർണികയിൽ PJ ശോഭന അവതരിപ്പിച്ച സോപാന സംഗീതം, നൃത്തനൃത്യങ്ങൾ, മേജർ സെറ്റ് പഞ്ചവാദ്യം, ഫ്യൂഷൻ സന്ധ്യ, വിളക്ക്, കഥകളി എന്നിവയായിരുന്നു വെള്ളിയാഴ്ചത്തെ പരിപാടികൾ. സോമനാഥ് സൗപർണിക രചിച്ച് മറുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ സോപാന സംഗീതമാണ് ക്ഷേത്രത്തിൽ അരങ്ങേറിയത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മരുത്തോർ വട്ടത്തു വാഴും മഹാപ്രഭോ ധന്വന്തരേ, അവിടുത്തെ തിരുമുൻപിൽ അടിയങ്ങൾ വണങ്ങുന്നേ. മരുത്തോർ വട്ടത്തു വാഴും മഹാപ്രഭോ ധന്വന്തരേ, അവിടുത്തെ തിരുമുൻപിൽ അടിയങ്ങൾ വണങ്ങുന്നേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബാലസംഘം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വേനൽ തുമ്പി പരിശീലന ക്യാമ്പ് തുടങ്ങി. ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചിന്തയാകാൻ സാധ്യതയുള്ള ഒരു കുട്ടിയെ കൂടെ നല്ലതാക്കുന്ന ഒരു കുട്ടി, ആ ഗുണമാണ് ഈ 6 ദിവസവും കഴിഞ്ഞിട്ട് ഈ ജാതി കഴിയുന്നത് കിട്ടാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും മക്കള് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 6 ദിവസം കഴിഞ്ഞ് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് എത്ര ദിവസം? 6 ദിവസം 12 ദിവസം. അതായത് നമ്മുടെ ശരീരത്ത് ഒരു അസുഖം വന്നാൽ അത് ചികിത്സിച്ച് പരിപൂർണമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറണമെങ്കിൽ 12 വർഷം വേണമെന്നാണ്. അതാണ് 12 എന്ന് പറയുന്ന ഒരു നമ്പർ. ഇന്ന് 12 ദിവസം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ഒരുപാട് സഹോദരന്മാരെ കിട്ടും, സഹോദരിമാരെ കിട്ടും. ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ചിന്ത ഉണ്ടാവും. ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഭരത് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം S രാധാകൃഷ്ണൻ, കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി B സലീം, ചെയർമാൻ ND ഷിമ്മി, ബാലസംഘം ഏരിയ സെക്രട്ടറി സയനോര, P സുരേന്ദ്രൻ, CV മനോഹരൻ, മിഥുൻ ഷാ, മനോജ് R ചന്ദ്രൻ, VP സന്തോഷ്, സിനിമോൾ സാംസൺ, TN വിശ്വനാഥൻ, മോഹൻ, ജിജി ചന്ദ്രൻ,
സാബു എസ് മറ്റവന തുടങ്ങിയവർ സംസാരിച്ചു. 24 പേരടങ്ങുന്ന വേനൽ തുമ്പികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ഏപ്രിൽ 22 മുതൽ 27 വരെയാണ് വേനൽ തുമ്പിയുടെ പര്യടനം നടക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ദുഃഖവെള്ളി. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി. എഴുപുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണ മോഷണം. കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റി പിടിയിൽ. വിഷുനാളിലാണ് തിരുവാഭരണവും കിരീടവും മോഷണം പോയത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.